അല്ല അത് എങ്ങനെയാണെന്ന് മനസ്സിലായില്ല, ഒന്നും കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ? ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ഓപ്ഷണൽ ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തു തരും. ഓക്കെ ഓക്കെ, എല്ലാവർക്കും കേൾക്കാലോ അല്ലേ? ഓക്കെ, സോ ഓപ്ഷൻ എങ്ങനെയാണെന്ന് ഒന്നുകൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക, എല്ലാവർക്കും മനസ്സിലായിട്ടില്ല. അതായത് നിങ്ങളുടെ ഗ്യാങ്ങിലെ ഒരു മെമ്പർ ഈ സിറ്റിയിൽ 1 മണിക്കൂർ ഉണ്ടെങ്കിൽ അയാൾക്ക് ഒരു ലോയാലിറ്റി പോയിന്റ് കിട്ടുന്നതായിരിക്കും. ആ ബേസിസിലായിരിക്കും നിങ്ങൾക്ക് ലോയാലിറ്റി പോയിന്റ് ആഡ് ആയിക്കൊണ്ട് പോയിന്റ്. അതെ, 100 പോയിന്റ് ആണ് ഒരു കാർഡ്. സോ നിങ്ങളുടെ കയ്യിൽ എത്ര പോയിന്റ് ഉണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക, അത് ബേസ് ചെയ്ത് മാത്രം ബിഡ് ചെയ്യുക. ഇപ്പൊ ഈ 0.5 ഒക്കെ വരുമ്പോ 1.5 കാർഡെന്നൊക്കെ വിളിക്കാൻ പറ്റുമോ? ഇല്ല. തിരിച്ചു കൊണ്ടുവരുന്നു പിന്നെ അവര് ഒഴിവാക്കും. അതെ, നമ്മളെ നമുക്ക് കയറാവോ? 2 ആക്കെ കേറാൻ പറ്റുള്ളൂ. കോ ലീഡർ അവൈലബിൾ അല്ല, ഒരു മെമ്പറിന് വരാന്ന് പറഞ്ഞായിരുന്നു അറിഞ്ഞേ. ആണോ? ഓക്കെ, പോയിട്ട് എന്തോ മറ്റേ സാധനം വാങ്ങണം എന്നൊക്കെ പറഞ്ഞിരുന്നു. ടർഫ് കാർഡ് അങ്ങനത്തെ എന്തെങ്കിലും പരിപാടി വല്ലതും ഉണ്ടോ? നാളെയാണ്. എവിടേക്കാ? നാളെ വാറുള്ളൂ. ഞാനും കുറച്ചൊന്ന് സ്ഥലം വരെ പോയിട്ട് കുറച്ച് ബുള്ളറ്റ് എടുത്ത് ഇൻവെർട്ടർ വെച്ചിട്ടോ, ഇല്ലെങ്കിൽ നാളെ അത് പറഞ്ഞു. ഇല്ല 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 അപ്പൊ ബസ്സിലോട്ട് എൻ്റർ ചെയ്തോളാം. ഓക്കെ, കൊണ്ടുവരാം. നമ്മളാണ് ഡ്രൈവർ. കേറിക്കോ. എപ്പം കാണുന്നുണ്ടോ അവിടെ? ഞാൻ ഓടിക്കണോ വണ്ടി? വേണ്ട, ഞാൻ വിളിച്ചോളാം. ഇങ്ങനെ കണ്ടിരിക്കാം സത്യം. അപ്പൊ അവരാണത്. ഇപ്പൊ ഡ്രസ്സൊക്കെ മാറിപ്പോ വരണല്ലേ? ബസ് എടുക്കാൻ സംഭവിച്ചത് ഇതിപ്പോ എവിടേക്ക് പോണം നമ്മളെ? ഇതിനൊക്കെ എന്തെങ്കിലും പറയറിഞ്ഞിട്ടാണ് ഈ വണ്ടി കയറിയിരിക്കണേ. ഇല്ല അണ്ണൻ, നമുക്ക് എന്താ പറയാ, അണ്ണന് എല്ലാം അറിയായിരുന്നു. അണ്ണാ എന്തോ സാധനമൊക്കെ വാങ്ങണം എന്നാണ് കിട്ടിയ അറിവ്. ഇതിപ്പോ നമ്മളെവിടെ എവിടേക്കാ പോണേ? ഹലോ, മിസ്റ്റർ എക്സിന്റെ മാമന്റെ വീട്ടിലോട്ട് എന്തൊക്കെ അറിയണം. എനിക്ക് പകുതി റോഡ് കണ്ടുകൂടാ, പകുതി പാലം. ഇപ്പൊ വന്ന് പാലോ? പകുതി പാലം വരുന്നുണ്ടായിരുന്നില്ല, ഇപ്പൊ വന്ന്. എന്തെങ്കിലും അറിയാവുന്ന ഒരുത്തിനെ വിളിച്ചോണ്ട് പോയാൽ മതിയായിരുന്നു, എനിക്കും ഒന്നും അറിഞ്ഞൂടാ. അണ്ണാ നമുക്കെല്ലാം അറിയാം, നമ്മളല്ല എല്ലാം അറിയുന്നത്. ടർഫാണ്. നമ്മളെ ദേശം ഇവരെ എസ്കോർട്ട് ചെയ്യും അകത്തോട്ട്. ഇവിടെ ആളൊന്നുമില്ല, എസ്കോർട്ട് ചെയ്യാൻ ആളൊന്നുമില്ല അണ്ണൻ. അവിടെ സ്റ്റെയറിന്റെ അവിടെ വരെ പോയി നിൽക്കാം. ഹലോ, ടി വി നിന്നാണ്. ടി വി കേൾക്കുന്നില്ല, സൗണ്ട് ക്ലിയർ അല്ല. കാര്യങ്ങളുണ്ടെങ്കിൽ ഹോട്ട് ബാർന്ന് മാറ്റിയിടുക. റേഡിയോ 230 കയറി 230. സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുക. ഡിസ്റ്റർബൻസ് കാര്യങ്ങൾ നമ്മുടെ പേര് വല്ല ഇടണം ഇങ്ങനെ, ലൈക്ക് ഗ്യാങ്ങിന്റെ വല്ല ടാഗ്. ഓക്കെ ലവ് ഫ്രം ഗെയിമിംഗ്. അത്രയുള്ള വെർട്ടെക്സ് വരും. താങ്ക് യു ഗാലഡി ഗൈസ്. നമ്മൾ ലേറ്റായി പോയി. നമ്മുടെ ഇത് ആദ്യത്തെ റൗണ്ട് ഓഫ് സെൽഫ് കോളിംഗ് ആയതുകൊണ്ടാണ് നമ്മൾ ഓപ്ഷൻ സെറ്റപ്പിൽ ചെയ്യുന്നത്. ഓക്കെ,
ഈസി നിങ്ങളുടെ ലീഡേഴ്സും കോ ലീഡേഴ്സും മാത്രം നിങ്ങളുടെ ഗ്യാങ്സിന്റെ ലോയൽറ്റി പോയിന്റ് കാണാൻ പറ്റും, റൈറ്റ്? അതെ. വിത്ത് ലോയൽറ്റി പോയിന്റ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യുന്നേ ടർഫ് കാർഡ് വാങ്ങാൻ പറ്റും. പക്ഷെ 100 ലോയൽറ്റി പോയിന്റ് ആണ് ഒരു കാർഡിന്റെ വില. ഈ ലോയൽറ്റി പോയിന്റ് എങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റുന്നത്? ലോയൽറ്റി പോയിന്റ് നമുക്ക് എത്രയുണ്ട്? അപ്പൊ 100 പോയിന്റ് ആണ് ഒരു കാർഡിന്റെ വില. സോ ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം നിങ്ങളുടെ എത്ര കാർഡ് ഉണ്ട് എന്നുള്ളത്. കിട്ടിയോ? അങ്ങനെ ഒരു സാധനം അത് വിളിച്ചു പറയണ്ട. കിട്ടിണ്ടോ? നമുക്ക് എത്രയുണ്ട്? രഹസ്യം എന്നാ എനിക്ക് എങ്ങനെ അറിയാം? ഞാൻ വേറൊരിടത്ത് പറയാം, നീ നോക്കി ചെക്ക് ചെയ്യാം. നിങ്ങളുടെ ലോയൽറ്റി പോയിന്റ് മുകളിലായിരിക്കും നമ്മള് ടർഫ് കാർഡിന് മുകളിലായിരിക്കും നമ്മുടെ ഓപ്ഷൻ വെക്കുന്നുണ്ടാവുക. ഓക്കെ, സോ ദ കൗണ്ട് ഓഫ് എത്ര എല്ലാവർക്കും ലോയൽറ്റി പോയിന്റ് നോക്കിയിട്ട് എത്ര ലോയൽറ്റി പോയിന്റ് വെച്ച് കാർഡ് ഉണ്ടെന്നുള്ള ഒരു അസംഷൻ ഉണ്ടാവുമല്ലോ. ഇപ്പൊ സോ ഗൈസ് ഓപ്ഷനിൽ വിജയിക്കുന്ന ഇപ്പൊ ആരെയാണോ കൂടുതൽ എമൗണ്ടിന് കൂടുതൽ കാർഡിന് ഓപ്ഷൻ വിളിക്കുന്നത് അവരായിരിക്കും. ഇപ്പോ ആരുടെ കയ്യിലാണോ ടർഫ് ഉള്ള അവരായിട്ട് അഗേൻസ്റ്റ് വാർ ഉണ്ടാവുക. ഫോർ എക്സാമ്പിൾ ഇപ്പൊ KVക്ക് അഗേൻസ്റ്റ് KV ടർഫ് ആരാണോ ഇപ്പൊ ഏറ്റവും കൂടുതൽ ബിറ്റ് ചെയ്യുന്നത്, സോ ദേ വേഴ്സസ് KV ആയിരിക്കും ടർഫ് വാർ ഉണ്ടാവുക. ക്ലിയർ ആണോ? പൈസ കൊടുക്കണം നമ്മള്. കാർഡ് വെച്ചാണ് ഓപ്ഷൻ ചെയ്യണം, മനസ്സിലായി? കാർഡ് പോയിന്റ്സ് വിളിക്കാം. സോ അപ്പൊ ഓപ്ഷൻ ലൈക്ക് ഇപ്പൊ ഒരാൾ ഒരു കാർഡ് എന്ന് പറയുമ്പോ ലൈക്ക് അതിന്റെ മേളിൽ നമ്മൾ വിളിക്കുന്ന 2 കാർഡ് അങ്ങനെയാണോ? വരുന്നുണ്ട് സംസാരിക്കാൻ. ഇപ്പൊ നമ്മള് ഇപ്പൊ ഒരാളിപ്പോ എത്ര കാർഡ്സ് ലോയൽറ്റി പോയിന്റ്സ് വെച്ചിട്ടാണോ കാർഡ് വെച്ചിട്ടാണോ വിളിക്കുന്നത്? മണി ടർഫ് നമ്മൾ അങ്ങ് എടുക്കും. അശ്വിൻ മിസ്റ്റർ ബ്രോ താങ്ക് ഫോർ ദ കനേഡിയൻ. താങ്ക് യു സോ മച്ച്. ഗോപാകുമാർ ബ്രോ താങ്ക് ഫോർ ദ 40 രൂപീസ് സൂപ്പർ ചാറ്റ്. താങ്ക് യു. ഇതാണ് നമ്മുടെ അടുത്ത് എല്ലാവർക്കും സ്നേഹം. ഇപ്പൊ ഞാനിപ്പോ എക്സാമ്പിൾ ഫസ്റ്റ് ഓപ്ഷൻ സ്റ്റാർട്ട് ചെയ്യണത് 100 കാർഡ്സ്, അതായത് 100 പോയിന്റ് ഒരു കാർഡിൽ നിന്നാണെന്ന് വിചാരിച്ചോ? ഹലോ, അല്ല അത് എങ്ങനെയാണെന്ന് മനസ്സിലായില്ല, ഒന്നും കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ? ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ഓപ്ഷൻ റിപ്പോർട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. ഓക്കെ. അപ്പൊ ഡ്രസ്സൊക്കെ മാറി വന്നാ എവിടെ? എല്ലാവർക്കും കേൾക്കാലോ അല്ലേ? ഓക്കെ, സോ ഇന്ന് ഇവിടെ ഇപ്പൊ നടത്താൻ പോകുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മോസ്റ്റ്ലി ഇപ്പൊ ഓൾറെഡി 5 ഗ്യാങ്ങിന്റെ കയ്യിൽ 5 ടർഫുകളുണ്ട്. ആ ടർഫ് അവർ ഡിഫെൻഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളായിരിക്കും അതിന് അറ്റാക്കിംഗ് കോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ഓപ്ഷൻ ഇവിടെ നമ്മൾ നടത്തുന്നത്. ഇതേപോലെ എല്ലാ വീക്കെൻഡിലും അല്ലെങ്കിൽ എല്ലാ വീക്കിലും ഈ ഡേയില് നമുക്ക് ഓപ്ഷൻ ഉണ്ടായിരിക്കുന്നതായിരിക്കും ഫോർ അറ്റാക്ക് കോളിംഗ്. നിങ്ങൾക്ക് ഇത്രയും കാര്യം ക്ലിയർ ആയോ? ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. അപ്പൊ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അപ്പൊ അവർക്ക് ഇത് ടർഫ് കൊടുത്തേക്കുന്നത്? സർ, പരന്തുവാസു താങ്കൾ ഇവിടെ ഇല്ലായിരുന്നെന്ന് തോന്നുന്നു. ഇവിടെ ഒരു ഇവന്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. ആ ഇവന്റ് ബേസിസിൽ ടോപ്പ് 5 ടീമുകൾക്കാണ് ടർഫുകൾ നമ്മൾ അലോട്ട് ചെയ്തിരിക്കുന്നത് ഓൺ ദ റാങ്ക് ബേസിസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓപ്ഷനിലോട്ട് കിടക്കാം. ഓപ്ഷൻ എങ്ങനെയാണെന്ന് ഒന്നുകൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം, എല്ലാവർക്കും മനസ്സിലായിട്ടില്ല. പറഞ്ഞുതരാം, ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. നിങ്ങൾക്ക് എല്ലാവർക്കും ലോയാലിറ്റി പോയിന്റ്സ് എന്ന് പറഞ്ഞൊരു സാധനം ഇപ്പൊ നിങ്ങളുടെ കയ്യിലുണ്ടാവും. നിങ്ങളുടെ ഗ്യാങ്ങിന്റെ ആക്ടിവിറ്റി ബേസിലായിരിക്കും നിങ്ങൾക്ക് ലോയാലിറ്റി പോയിന്റ് കിട്ടുന്നത്. അതായത് നിങ്ങളുടെ ഗ്യാങ്ങിലെ ഒരു മെമ്പർ ഈ സിറ്റിയിൽ 1 മണിക്കൂർ ഉണ്ടെങ്കിൽ അയാൾക്ക് 1 ലോയാലിറ്റി പോയിന്റ് കിട്ടുന്നതായിരിക്കും. ആ ബേസിസിലായിരിക്കും നിങ്ങൾക്ക് ലോയാലിറ്റി പോയിന്റ് ആഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. സോ ഇപ്പൊ നിങ്ങൾക്ക് ആ ലോയാലിറ്റി പോയിന്റ് ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം ഇവിടെ ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം. നമുക്കൊക്കെ ഉണ്ട്. ഞാനൊക്കെ എത്ര മണിക്കൂറുണ്ട് സിറ്റിയില്? അപ്പൊ നിങ്ങൾക്ക് സ്ലാഷ് ലോയാലിറ്റി പോയിന്റ്സ് അടിക്കുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ എത്ര ലോയാലിറ്റി പോയിന്റ്സ് ഉണ്ടെന്ന് അറിയാൻ പറ്റും. 100 ലോയാലിറ്റി പോയിന്റ്സ് ആണ് ഒരു ടർഫ് കാർഡ്. മനസ്സിലായോ നിങ്ങൾക്ക്? നിങ്ങൾ എല്ലാരും ഇവിടെ നിന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വന്നിരിക്കുന്നത് ഒരു ടർഫ് കാർഡ് കൊണ്ടിട്ടായിരിക്കും അല്ലേ?
അപ്പോ ഇനി നമ്മൾ ഓരോ ടർഫ് ബൈ ടർഫ് വിളിക്കുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് അത് നിങ്ങളുടെ കയ്യിൽ എത്ര ലോയാലിറ്റി പോയിന്റ്സ് ഉണ്ടെന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ചെക്ക് ചെയ്തതിന് ശേഷം ഞാൻ വീണ്ടും പറയുന്നു, 100 ലോയാലിറ്റി പോയിന്റ് ആണ് ഒരു ടർഫ് കാർഡ്. ഇൻ കേസ് നിങ്ങളുടെ കയ്യിൽ ഇല്ലാത്ത ലോയാലിറ്റി പോയിന്റിന് നിങ്ങൾ കയറ്റി വിളിച്ചു, അപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് അത് കിട്ടിയില്ല, പക്ഷെ നിങ്ങളുടെ കയ്യിൽ കൊടുക്കാൻ ആ ടർഫ് കാർഡുകൾ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വീക്ക് ബാൻ ആയിരിക്കും ടർഫ് കോളിംഗിൽ നിന്ന്. മനസ്സിലായോ? ഓക്കെ. സോ ബേസിക്കലി എങ്ങനെയാണ് ഒരു ഓപ്ഷൻ നടക്കുന്നത് അത് ബേസ് ചെയ്ത് തന്നെ ആയിരിക്കും ഈ ഓപ്ഷൻ നടക്കാൻ പോകുന്നത്. സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഒരു ടർഫ് കാർഡിൽ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് കയറ്റി ബിഡ് ചെയ്യാം. അറ്റ് എ ടൈം ഒരു ടർഫ് കാർഡ് വെച്ചിട്ടാണ് കയറ്റി വിളിക്കുന്നത്. ഇത്ര ക്ലിയർ അല്ലേ? അപ്പൊ പോയിന്റ് ആണോ ബിഡ് ചെയ്യണത് അതോ കാർഡാണോ ബിഡ് ചെയ്യണത്? കാർഡാണ് നമ്മൾ ബിഡ് ചെയ്യാൻ പോകുന്നത്. 100 ലോയൽറ്റി പോയിന്റ് ആണ്. 100 പോയിന്റ്. അതെ, 100 പോയിന്റ് ആണ് ഒരു കാർഡ്. സോ നിങ്ങളുടെ കയ്യിൽ എത്ര പോയിന്റ് ഉണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക. അത് ബേസ് ചെയ്ത് മാത്രം ബിഡ് ചെയ്യുക. ഇപ്പൊ ഈ 0.5 ഒക്കെ വരുമ്പോ 1.5 കാർഡെന്നൊക്കെ വിളിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. കുഴപ്പമില്ല. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മളുടെ ടർഫ് കോളിംഗ് ഒരു കാർഡ് ബൈ കാർഡ് ആയിരിക്കും നമ്മൾ വിളിക്കുന്നത്. നമുക്കില്ല കാർഡ് ക്ലിയർ അല്ലേ? എന്തെങ്കിലും സംശയം ഉണ്ടോ ആർക്കെങ്കിലും? ഓക്കെ, അപ്പൊ നമുക്ക് ഓപ്ഷനിലോട്ട് പോയാലോ? വിളിച്ചോട്ടെ. വീണ്ടും പറയുന്നു, എല്ലാ ഗ്യാങ്ങുകൾക്കും ഒരു അറ്റാക്കിംഗ് ആണ് വിളിക്കാൻ പറ്റുക. അതായത് ഒരു അറ്റാക്കിംഗ് ഈ വീക്ക് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് ഈ വീക്കിൽ വേറെ അറ്റാക്കിംഗ് വിളിക്കാൻ പറ്റില്ല. അത്രയും കൂടെ ക്ലിയർ ആണല്ലോ അല്ലേ? നമ്മൾ വിളിക്കാൻ സോ വി വിൽ സ്റ്റാർട്ട് വിത്ത് ഈസ്റ്റ് 5. ഈസ്റ്റ് 5 നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ആ ടർഫ് ഇപ്പൊ കറന്റ് ഹോൾഡ് ചെയ്തിരിക്കുന്നത് T47 ആണ്. ഗ്യാങ് T47 ആണ് ടർഫ് ഹോൾഡ് ചെയ്തിരിക്കുന്നത്. സോ സ്റ്റാർട്ടിംഗ് ബിഡ് ഈസ് 1 കാർഡ്. 2 കാർഡ്. 2 കാർഡ്. അത്രയുള്ള അണ്ണൻ ആർക്കാടാ വിളിക്കും? CAD 3 കാർഡ്. നമുക്ക് റാഞ്ച പോരെ. 4 കാർഡ്. പരന്തുവാസു 4 കാർഡ്. അത്രേ ഉള്ളു അണ്ണൻ, അത്രേ ഉള്ളു. പരന്തുവാസു 4 കാർഡ് ഒരു തരം. 4 കാർഡ് 2 തരം. CAD 5 കാർഡ്. കൊണ്ടോട്ടെ. CAD 5 കാർഡ്. CAD 5 കാർഡ് ഒരു തരം. 2 തരം. CAD 5 കാർഡ് 2 തരം. പരന്തുവാസു 6 കാർഡ്. പരന്തുവാസു 6 കാർഡ്. TVA 6 കാർഡ്. TVA 6 കാർഡ് ഒരു തരം. TVA 6 കാർഡ് 2 തരം. Any more bids? TVA 6 card. East 5 goes to TVA. അത്ര ഉള്ളു, അത്ര ഉള്ളു, അത്ര ഉള്ളു, അത്ര ഉള്ളു. സത്യത്തിൽ നമ്മൾ എത്ര നമ്മൾ അങ്ങ് ഉണ്ടാക്കില്ല, കോടീശ്വരനാണ്. TVക്ക് ഈ കാർഡിന്റെ തരാൻ സാധിച്ചില്ലെങ്കിൽ അത് CADക്ക് ആയിരിക്കും പോകുന്നത്. സെക്കൻഡ് ബിഡ് ചെയ്തവർക്കായിരിക്കും പോകുന്നത് കേട്ടോ. വീണ്ടും ഒരു റിയാക്ഷൻ ഉണ്ടായിരിക്കുന്നതല്ല, അതുകൊണ്ട് ഞാൻ ക്ലിയർ ആയിട്ട് ഇവിടെ നിന്ന് പറയുകയാണ്. സെക്കൻഡ് ടർഫ് ഡേവിസ്. കറന്റ്ലി ഹോൾഡിംഗ് KV ആണ് ഹോൾഡ് ചെയ്യുന്നത്. സ്റ്റാർട്ടിംഗ് ബിഡ് 1 കാർഡ്. ഇനി സ്റ്റാർട്ടിംഗ് ബിഡ്സ്. സ്റ്റാർട്ടിംഗ് ബിഡ് 1 കാർഡ്. PRX 2 കാർഡ്സ്. ഇപ്പൊ വിളിച്ചെടുത്തവർക്ക് വീണ്ടും വിളിക്കാൻ പറ്റുമോ? നമുക്ക് ഇനി TVക്ക് വിളിക്കാൻ പറ്റുമോ? ഇല്ല, ഒരു അറ്റാക്കിംഗ് ഒരു വീക്കിൽ. ഓക്കെ, അല്ല ഇതോടങ്ങ് വാരി എടുത്തന്നെ. PRX 2 കാർഡ്. PRX 2 കാർഡ് ഒരു തരം. YDS 3 കാർഡ്. YDS 3 കാർഡ്. വിളിക്കണോടാ YDS 3 കാർഡ്. PRX 4 കാർഡ്. ഇത് ഞാൻ വേണ്ട, ഇത് ഞാൻ തൊടുന്നില്ല. PRX 4 കാർഡ്. PRX 4 കാർഡ് ഒരു തരം. വിളിക്കണോ? PRX 4 കാർഡ് വിളിക്കാൻ പറ്റത്തില്ല. 2 തരം. Any more bids? Final call. PRX 4 കാർഡ് 3 തരം. Davis goes to PRX. We are moving to the third turf. Cypress Falls. Currently holding Gang Bellary. Starting bid 1 card.
നാളെ അണ്ടർ നോക്കാം. with 1 card. CAD 2 card. CAD 2 card. ആർക്കറിയാം CAD 2 card. ടർഫേന്നറിയില്ല. CAD 2 card. ഒരു തരം. CAD 2 card. രണ്ട് തരം. Any more bits? IDS 3 card. YDS 3 card. അത്രേ ഉള്ളൂ. 3 തരം. YDS 3 card. CAD 4. CAD 4 card. മാസം CAD 4 card. ഹാർട്ട് ഓൺ ഫയറാ. CAD 4 card. ഒരു തരം. ഇൻഡിപെൻഡൻസ് ഡേ ഹാർട്ട് ഓൺ ഫയർ. CAD 4 card. രണ്ട് തരം. Any more final bits? CAD 4 card. മൂന്ന് തരം. Super Souls goal to CAD. അത്ര മച്ചാനെ പൊളിക്ക്. എല്ലാവർക്കും ഓൾറെഡി എൻട്രടാ ടർഫുണ്ട്. ഓക്കെ, ഇപ്പൊ കറന്റ് ഇപ്പം CADക്ക് ഒരു അറ്റാക്കിംഗ് കിട്ടിയത് കൊണ്ട് ഇൻ കേസ് CVക്ക് ആ ഈസ് 5 തരാൻ സാധിച്ചില്ലെങ്കിൽ സെക്കൻഡ് നിന്നത് CAD ആണ്. വേറെ ബിറ്റ്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഇൻ കേസ് അവർക്ക് തരാൻ സാധിച്ചില്ലെങ്കിൽ ആ ഈസ് 5 നള്ളിഫൈഡ് ആവുന്നതായിരിക്കും. ഈ വീക്ക് അറ്റാക്കിംഗ് കാർഡില്ല. കറന്റ് ഹോൾഡിംഗ് SRRA. സ്റ്റാർട്ടിംഗ് വിത്ത് 1 card. MJ3 2 card. IDS 3 card. ഓക്കെ, ഞാൻ ഒന്നുകൂടെ ക്ലാരിഫൈ ചെയ്യാം. ഓൾറെഡി ടർഫ് ഹോൾഡ് ചെയ്യുന്നവർക്ക് അറ്റാക്കിംഗ് വിളിക്കാം കേട്ടോ. നിങ്ങൾക്ക് എത്ര ഡിഫെൻഡിങ് വേണേലും പറ്റും. അറ്റാക്കിംഗ് നിങ്ങൾക്കും വിളിക്കാം. ഇപ്പം ബാക്കിയുള്ള ഗ്യാങ്ങുകൾ ഇത് ഹോൾഡ് ചെയ്യുന്ന ഗ്യാങ്ങുകൾ PRX ആൻഡ് KV ഇത് വിളിക്കുന്നില്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം. ഓക്കെ, MG3 4 card. MG3 4 card. 4 card. C47 5 card. 7 5 card. MG3 6 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 card ഒരു തരം. MG3 6 card രണ്ട് തരം. Any more final bits? MG3 6 card മൂന്ന് തരം. Temporals goes to MG3. So we are moving to the last of Ransom. Current holding PRX. Starting with 1 card. Mass 2 card. Mass 2 card. Mass 2 card. YDS 3 card. YDS 3 card. YDS 3 card. YDS 3 card. Mass 4 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 card ഒരു തരം. Mass 4 card രണ്ട് തരം. Any more final bits? T47 6 card. T47 6 card. T47 6 card. T47 6 card ഒരു തരം. Mass 7. Mass 7. Mass 7 card. അത്രയുള്ള കുറേ Mass 7 card. ഇത് നമ്മുടെ ഇവിടെ Mass 7 card ഒരു തരം. Mass 7 card രണ്ട് തരം. Any more final bits? Mass 7 card മൂന്ന് തരം. Goes to Mass. കുറപ്പേ കിട്ടിയല്ലേ കുറപ്പേ. ഇവിടെ നമ്മൾ ഈ ഓപ്ഷൻ കൺക്ലൂഡ് ചെയ്യാണ്. We'll see you again next week. Okay, thank you for coming. അതേപോലെ ഈ വിളിച്ചവരെല്ലാരും 1 by 1 വന്നിട്ട് കാർഡുകൾ സബ്മിറ്റ് ചെയ്തിട്ട് പോകേണ്ടതാണ്. പോയിന്റിലുള്ളൂ. അണ്ണന്റെ കാർഡ് ഉണ്ടാ? നമ്മള് 7 കാർഡിനെ വിളിച്ചായിരുന്നു. നമ്മള് എടുത്തു വെച്ചിട്ടില്ല. നമ്മള് എടുത്തോണ്ട് വരാം. എടുത്ത് വെക്കാത്ത എന്താണ്? ഓപ്ഷൻ വരുമ്പോ ഇതെല്ലാം എടുത്ത് വെക്കണം അറിയത്തില്ല. പറഞ്ഞത് വിളിച്ചു കഴിഞ്ഞിട്ട് കൊണ്ടുകൊടുത്താൽ മതി എന്നാണ്. വാങ്ങാൻ പറ്റും. ഈ ടർഫിന്റെ ഡേറ്റ്സ് ഒക്കെ എന്നായിരിക്കും അറിയുന്നേ? ടർഫിന്റെ ഡേറ്റ്സ് നമ്മള് നമുക്ക് എങ്ങനെയാ മനസ്സിലല്ല. ഇമെയിൽ അയക്കുന്നതായിരിക്കും.
സുജിൻ ബ്രോ താങ്ക് ഫോർ ദ 900 rupees ഗൂഗിൾ പേ ഗൂഗിൾ പേ ശരി 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 താങ്ക് യു സോ മച്ച് സുജിൻ ബ്രോ സുജിൻ സുരേഷ് ബ്രോ താങ്ക് യു സോ മച്ച് ആരാണ് ഫ്രൈഡേ അല്ല പുറത്തിട്ടിരിക്കണ ഫ്രൈഡേ ആണെന്ന് സംസാരിക്കാൻ പാടില്ലെന്ന് അറിയത്തില്ലേ ബ്രോ അത് ഓസിയല്ലേ അങ്ങനല്ല ഞങ്ങള് വളരെ മോശം വളരെ മോശം വീക്കിലാണോ അടുത്ത വീക്കിലാണോ പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട് പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട് പോയിന്റ്സ് കൊടുത്തായിരുന്നല്ലേ എത്ര പോയിന്റ്സ് കൊടുത്തു കൊടുത്തു 6 വിളിച്ച 7 കൊടുക്കാൻ പറ്റില്ലല്ലോ 6 കൊടുത്തു 6 കൊടുത്തോ അപ്പൊ ഇവിടെ വന്ന് എൻട്രിയുടെ ഒരു കാർഡ് തരാനുണ്ടല്ലോ ഓൾറെഡി ഞാൻ എന്താ അവിടെ എസ്കോർട്ടിന് വന്ന ആൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ മൊത്തം 7 കാർഡ് നിങ്ങൾക്ക് നഷ്ടമായോ? മൊത്തം 7 കാർഡ് കൊടുത്തു. അങ്ങനല്ല ചെയ്യേണ്ടത്, നിങ്ങൾ 5 കാർഡ് അപ്പൊ കൊടുത്താൽ മതിയല്ലേ, വിളിച്ചെന്ന് ഒരു കാർഡ് കുറച്ചാണല്ലോ കൊടുക്കുന്നത്. ഓൾറെഡി വെല്ലുമോന്റെ തിരിച്ചു കൊടുത്തവർ വരണം. പക്ഷെ അത് 24 മണിക്കൂർ വാഞ്ഞു പോകും കേട്ടോ. അത് കുഴപ്പമില്ല, സെറ്റ് ചെയ്തിട്ട് നമ്മള് കുറച്ച് ആക്റ്റീവ് ആണ്. ഇതിന്റെ ഡേറ്റ് ഒന്ന് അറിയാൻ പറ്റും? ഡേറ്റ് എല്ലാം നാളെ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. ഇനിയിപ്പോ നാളെ നിങ്ങൾ ടർഫ് അടിക്കേണ്ടി വരും. പിന്നെ ഇതെന്തൊരു ഏകദേശം 15 കാർഡ് ഇനി ബാക്കിയുണ്ട്. ഓഡീഷനാണ് നമ്മൾ വരെ പോയെന്നാണല്ലോ കാണുന്നത്. ഇവിടെ പർച്ചേസ് കഴിഞ്ഞവരുണ്ടോ? സത്യം നമുക്ക് ഇനി എന്ത്, നമ്മളിനി അടുത്ത ടർഫ് അടിക്കലോ പറഞ്ഞ കൂടി വാങ്ങായിരുന്നു. ആകെ 2 കാർഡുണ്ട്, ഇനി 2.5 അപ്പൊ തള്ളിയതാണല്ലേ. ഇല്ല ഇതിപ്പോ 1 മണിക്കൂറിൽ 10 പോയിന്റ് വെച്ച്